ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും വലിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. അവിടെ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. രണ്ട് വിശ്വപൗരന്മാരും പിന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പൗരനും തമ്മിലാണ് മത്സരം. ഒന്നാമത്തെ വിശ്വപൗരൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ ശശി തരൂരാണ്. അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ വലിയ ഉയർന്ന ഉദ്യോഗങ്ങളൊക്കെ ഭരിച്ചിരുന്ന ആളാണ്. എതിർ സ്ഥാനാർത്ഥി ഒട്ടും മോശക്കാരനല്ല, വ്യവസായിയാണ്, കോടീശ്വരനാണ്. നിലവിൽ രാജ്യസഭാംഗവും കേന്ദ്രമന്ത്രിയുമാണ്. തിരുവനന്തപുരത്തിൻ്റെ പുരോഗതി എന്ന മുദ്രാവാക്യമായിട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിടും. മൂന്നാമത്തെ ആൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന പൗരൻ എന്ന് പറഞ്ഞാൽ വളരെ നിസ്വനായ ഒരു മനുഷ്യനാണ്. പാർട്ടി ഓഫീസിൽ ബെഞ്ചിട്ട് കിടക്കുന്ന പഴയ കട്ടൻ ചായ പരിപ്പൂട കാലത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹത്തിനാൽ കഴിയുന്ന രീതിയിൽ എളിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മറിച്ച് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും ധാരാളം പണം ചെലവഴിച്ചുള്ള അതിഗംഭീരമായ പ്രചരണ പദ്ധതികൾ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ആരാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ 4 TV ചാനലുകാരും പ്രത്യേകം അഭിപ്രായ സർവേകൾ നടത്തി കണ്ടുപിടിച്ചു അത് ശശി തരൂരാണ് എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഒട്ടും തന്നെ നിരാശരല്ല. തിരുവനന്തപുരത്ത് പൊതുവെയുള്ള സംസാരം രാജീവ് ജയിക്കും എന്നുള്ളതാണ്. പന്ന്യൻ രവീന്ദ്രനും വലിയ ഉത്സാഹത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ഉത്സാഹത്തിന് യാതൊരു കുറവില്ല. അങ്ങനെ വലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തരൂരിന് തോന്നി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നല്ലൊരു റോഡ് ഷോ സംഘടിപ്പിക്കണം എന്നുള്ളത്. ഇപ്പോഴത്തെ കാലത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് റോഡ് ഷോ. റോഡ് ഷോ എന്ന് വെച്ചാൽ ഏതെങ്കിലും 1-2 നേതാക്കന്മാർ ഒരു തുറന്ന വാഹനത്തിൽ കയറി നഗരവീഥികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് സഞ്ചരിക്കും. റോഡിൻ്റെ 2 ഭാഗത്ത് പാർട്ടിയുടെ അനുഭാവികളും പ്രവർത്തകരും ഒക്കെ കൂടി നിന്ന് ഇവരെ കൈവീശി കാണിക്കും. വലിയ ആവേശം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി വമ്പിച്ച റോഡ് ഷോ നടത്തിയത് നമുക്കറിയാം. ബാംഗ്ലൂർ നഗരത്തിൽ അദ്ദേഹത്തിൻ്റെ വാഹനം വരുമ്പോൾ ആളുകൾ ഇങ്ങനെ മഞ്ഞ നിറമുള്ള പൂക്കൾ വാരി വിതറുന്നതും പുള്ളി അതിൽ കൂടി ഇങ്ങനെ രാജകീയമായിട്ട് സഞ്ചരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ കേരളത്തിലാണ് ആദ്യത്തെ റോഡ് ഷോ നടന്നത്. തൃശ്ശൂർ പട്ടണത്തിലാണ് സുരേഷ് ഗോപിയുമൊത്ത് നമ്മുടെ നരേന്ദ്രമോദി നടത്തിയ റോഡ് ഷോ. അപ്പോൾ 10,000-കണക്കിന് ആളുകൾ റോഡിൻ്റെ 2 ഭാഗത്ത് നിൽക്കും. അങ്ങനെ അവർ കൈവീശി കാണിക്കും, ഇവർ ഹർഷാരവും മുഴക്കും. ഇവർ ഇതൊക്കെ കണ്ട് ആഹ്ലാദിച്ച് അതിൽ കൂടി കടന്നു. അപ്പോൾ ഇതുപോലത്തെ ഒരു റോഡ് ഷോ സംഘടിപ്പിക്കണം എന്ന് തരൂരിന് തോന്നി. അതിന് പറ്റിയ ആൾക്കാരെ കണ്ടുപിടിക്കണ്ടേ. തരൂരിൻ്റെ കൂടെ നിന്ന് റോഡ് ഷോ നടത്തണമെങ്കിൽ VD സതീശനൊന്നും പോരാ, അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ പോരാ. തരൂരിൻ്റെ കൂടെ കയറാൻ തരൂരിനെ പോലെ തലയെടുപ്പുള്ള ആളുകൾ വേണം. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച ആളെന്ന് പറയുന്നത് നമ്മുടെ കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. DK ശിവകുമാർ വലിയ കോടാനുകോടീശ്വരനാണ്, വെറും കോടീശ്വരനല്ല, വലിയ സമ്പന്നനാണ്. വിഹിതമായിട്ടും അവിഹിതമായിട്ടും ധാരാളം പണം സമ്പാദിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ചുറ്റും ഈ എൻഫോഴ്സ്മെൻറ്റുകാരുടെ കഴുകന്മാരും പരുന്തുകളും പാറിപ്പറക്കുകയാണ്. അതിനൊന്നും വകവെക്കാതെ തൻ്റെ ഇടത്തിൻ്റെ താൻ പൊരിമയുടെ ഒരു പ്രതീകവും പ്രതിരൂപവുമായി മാറിയ ആളാണ് DK ശിവകുമാർ. അപ്പോൾ ശിവകുമാറിനെ കൂട്ടിയിട്ട് ഒരു റോഡ് ഷോ നടത്താൻ തീരുമാനിച്ചു. തിരുവനന്തപുരത്തെ പ്രബലമായ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൂടി ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹം മലപ്പുറത്ത് നിന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കൊടുത്തു. അങ്ങനെ ഇവർ 3 പേർ കൂടിയുള്ള ഗംഭീരമായ റോഡ് ഷോയാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രധാന പ്രചാരകനായി നിൽക്കുന്ന VS ശിവകുമാറുണ്ട്. DK ശിവകുമാറിനേക്കാൾ ഒട്ടും മോശക്കാരനൊന്നുമില്ല VS ശിവകുമാർ. പിന്നെ DCC പ്രസിഡൻറ്റുണ്ട്, നമ്മുടെ ദേശീയഗാനം പാടിയപ്പോൾ തെറ്റിപ്പോയ പാലോട് രവി. അപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്ന് ഒരു തുറന്ന വാഹനത്തിൽ അങ്ങനെ ഒരു റോഡ് ഷോ നടത്തി. ഈ റോഡ് ഷോയുടെ ചില ദൃശ്യങ്ങൾ ഇന്നലെ പുലർച്ചെ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു കോൺഗ്രസ്സുകാരനാണ്, പേരിവിടെ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല, പറയുന്നതുകൊണ്ട് തരാറുണ്ടായിട്ടില്ല, പക്ഷേ എന്നാലും ഞാനിപ്പോൾ തൽക്കാലം പറയുന്നില്ല, അദ്ദേഹം അയച്ചു തന്നു. ഈ പടം കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അതിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങളൊന്ന് കണ്ടുപോക്കുക. പ്രിയങ്കരനായ സാദിഖ് അലി ശിഹാബ് തങ്ങളോടൊപ്പം ശശി തരൂർ വരികയാണ്. ശശി തരൂർ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി നിങ്ങളെ കാണുവാനും നിങ്ങൾ നൽകിയ സ്നേഹോഷ്മള സ്വീകരണങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഡോക്ടർ ശശി തരൂർ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. ഡോക്ടർ ശശി തരൂരും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും. അതിഗംഭീരമായ മൈക്ക് അനൗൺസ്മെൻറ്റിൻ്റെ പുറകെ കൂടി വരുന്ന വാഹനത്തെ കാണാനും കൈവീശി കാണിക്കാനും നട്ടപ്പുറ വെയിലത്ത് ഒരാൾ പോലുമില്ല. ഒരു പട്ടിക്കൂർക്കം പോലും ഈ റോഡ് ഷോയെ ഗൗനിക്കുന്നില്ല. കർണാടക സിംഹം എന്നറിയപ്പെടുന്ന DK ശിവകുമാറുണ്ട്. പിന്നെ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളല്ല, സാദിഖ് അലി ശിഹാബ് തങ്ങളുണ്ട്. പിന്നെ സ്ഥാനാർത്ഥി ശശി തരൂരുണ്ട്, VS ശിവകുമാറുണ്ട്, അതുകൂടാതെ പാലോട് രവിയുണ്ട്. ഇത്രയും പേരുടെ ഗംഭീര റോഡ് ഷോ കണ്ടിട്ട്
തിരുവനന്തപുരത്തുകാർ വളരെ നിർവികാരരായിട്ട് അവരവരുടെ ജോലിയിൽ തന്നെ വ്യാപൃതരായി തുടരുകയാണ്. ഇങ്ങനെ ആരും ശ്രദ്ധിക്കാത്ത, ആരും ഗൗനിക്കാത്ത ഒരു റോഡ് ഷോ നടത്തിയിട്ട് എന്ത് പ്രയോജനമുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം എനിക്കിത് അയച്ചത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ റോഡ് ഷോ സംഘടിപ്പിക്കുമ്പോൾ അതിന് മിനിമം കൈവീശി കാണിക്കാനുള്ള ആളുകളൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പോകാനായിട്ട്. ഇത് കിള്ളിപ്പാലത്ത് നിന്ന് തുടങ്ങി MG റോഡ് വഴി ഏതാണ്ട് നമ്മുടെ പാളയം പള്ളി വരെ പോയി എന്നാണ് ഇത് അയച്ചതെന്ന് ആൾ എന്നോട് പറഞ്ഞത്. 4-5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും എന്താണ് നിശബ്ദവും നിർജ്ജീവവുമായ ഒരു റോഡ് ഷോ തിരുവനന്തപുരം നഗരം ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ആറാട്ടിന് എഴുന്നള്ളിപ്പ് പോലെ നടക്കേണ്ടിയിരുന്ന റോഡ് ഷോ ആറിത്തണുത്ത് പഴങ്കഞ്ഞി പോലെ ആയിപ്പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിൻ്റെ കാരണവും പറയുന്നുണ്ട്. കാരണം ഈ സംഘടിപ്പിച്ച ആളുകൾക്ക് യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ല, യാതൊരു താല്പര്യവുമില്ല. ഈ VS ശിവകുമാറിൻ്റെ പ്രവർത്തനം കണ്ട പുള്ളി ശരിക്കും തരൂരിന് വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത്, അതോ രാജീവ് ചന്ദ്രശേഖരനോ പന്നി രവീന്ദ്രനോ വേണ്ടിയിട്ടാണോ എന്ന് നമുക്ക് സംശയം തോന്നും എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റ് നേതാക്കന്മാരുടെ കാര്യവും മോശമൊന്നുമില്ല. ഇവർ ലക്ഷക്കണക്കിന് ഉറുപ്പിക തരൂരിൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ടാണ് ഇതുപോലുള്ള കോമാളിത്തരങ്ങൾ അവിടെ സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം തരൂർ തോക്കുന്നൊന്നുമില്ല. തരൂരിന് തിരുവനന്തപുരത്ത് വലിയ ജനസമ്മതിയുണ്ട്. റോഡ് ഷോ കാണാനും കൈവീശി കാണിക്കാനും പോകാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കൂട്ടം അദ്ദേഹത്തിന് തന്നെ കിട്ടും. അതുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ 4 തവണയും ജയിച്ചത്. കഴിഞ്ഞ എല്ലാ തവണയും ജയിച്ചത് അതുകൊണ്ടാണ്. 3 തവണയും ജയിച്ചത് അതുകൊണ്ടാണ്. ആദ്യം രാമേന്ദ്രൻ നായർക്കെതിരെ മത്സരിച്ചപ്പോഴും തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാർ ഇദ്ദേഹത്തിനെതിരായിരുന്നു. പിന്നീട് രാജഗോപാലിനെതിരെ മത്സരിച്ചപ്പോഴും കോൺഗ്രസ്സുകാരെതിരായിരുന്നു. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരനും C. ദിവാകരനെതിരെ മത്സരിച്ചപ്പോഴും കോൺഗ്രസ്സുകാരായ കതറിട്ട് നടക്കുന്ന ആൾക്കാരിൽ ബഹുഭൂരിപക്ഷവും പുള്ളിക്കെതിരായിരുന്നു. എന്നിട്ടും പുള്ളി ജയിച്ചു. ഇത്തവണയും ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുഴുവൻ പുള്ളിക്കെതിരാണ്. പക്ഷേ എന്നാലും തരൂർ തന്നെ ജയിക്കും എന്നുള്ളതാണ് പൊതുവേ ഉള്ള ധാരണ. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലുകാരും അഭിപ്രായ സർവേ നടത്തി കണ്ടുപിടിച്ചിട്ടുള്ളതും ശശി തരൂർ തിരുവനന്തപുരം നിലനിർത്തും എന്നാണ്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഈ റോഡ് ഷോയുടെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ എന്താണ് ശബ്ദ പശ്ചാത്തലം മാറ്റി ഒരു സിനിമാ പാട്ട് ഫിക്സ് ചെയ്ത കോൺഗ്രസ്സുകാരാണോ BJP കാരാണോ CPI കാരാണോ എന്നറിയില്ല, അവരെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് ഭാർഗവി നിലയം എന്ന സിനിമയിലെ പഴയ ഗാനമാണ്. അതുകൂടി നിങ്ങൾ കേൾക്കുക, കാണുക. ഏകാന്തതയുടെ മഹാതീരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.